മഞ്ചേശ്വരം എം.എൽ.എ എ.കെ.എം. അഷ്റഫിനെ മന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട പരസ്യമായ രംഗത്ത് വന്ന മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ജില്ലയ്ക്കുള്ള പ്രാതിനിധ്യമായി എ.കെ.എം. അഷ്റഫിനെ പരിഗണിക്കണമെന്നാണ് ആവശ്യം. 2001 ശേഷം ചെർക്കള അബ്ദുള്ള സാഹിബ് മന്ത്രിയായതിനു ശേഷം കാസർഗോഡ് ജില്ലയിൽ ഒരു മന്ത്രിയും സാധാരണ ഒരു മന്ത്രിക്ക് ഒരു ചാർജ് പോലും കൊടുത്താൽ ഇവിടെ വന്ന് സഞ്ചരിക്കില്ല. വലിയ സ്ക്രീനിൽ ഉദ്ഘാടനം ചെയ്ത് തിരുവനന്തപുരത്ത് നിന്ന് സ്ക്രീൻ ഉദ്ഘാടനം ചെയ്തൊരു പരിപാടിയാണ് കഴിഞ്ഞ 20 വർഷമായി നമ്മൾ മഞ്ചേശ്വരത്തുകാരും കാസർഗോഡ് ജില്ലക്കാരും കാണുന്നത്. ആ രീതിയിൽ നിന്ന് കാസർഗോഡിൻ്റെ എല്ലാ അവഗണനയ്ക്കും ഒരു പ്രധാന കാരണം ഭരണത്തിൽ നമ്മൾ പങ്കാളികളല്ല എന്നതിനാണ്. പാർട്ടി നേതൃത്വം അംഗീകരിക്കുമെന്നാണ് വിശ്വസിക്കുന്നുള്ളത്. എ.കെ.എമ്മിനെ മന്ത്രിയാക്കും തന്നെയാണ് നമ്മളൊരു വിശ്വാസം. ഒറ്റക്കെട്ടായിട്ട് നമ്മൾ പറയുന്നത് മഞ്ചേശ്വരത്തിലേക്ക് ഒരു മന്ത്രി കിട്ടും. ഞങ്ങൾ എന്തെല്ലോ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ എം.എൽ.എനെ വിജയിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് മഞ്ചേശ്വരം മണ്ഡലത്തിലേക്ക് മന്ത്രിസ്ഥാനം കിട്ടണമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കിട്ടുമെന്നിട്ട് ഉറപ്പുണ്ട്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായുണ്ട്. അരുൺ, 5-4 ജയിച്ച അഭിമാനം കഴിഞ്ഞ ദിവസം MP തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഈ പിന്നാക്കാവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ജില്ലയിൽ നിന്നൊരു മന്ത്രി ഇല്ലാത്തതാണ്. എ.കെ.എം. അഷ്റഫിന് വേണ്ടി ലീഗ് പ്രവർത്തകർ പരസ്യമായി, അതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം, രംഗത്ത് വരിക എന്ന് പറയുന്ന അസാധാരണമായ നീക്കത്തിലേക്ക് പോലും കടന്നിരിക്കുന്നു. മാധു തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് ജില്ലയ്ക്ക് ഒരു മന്ത്രി വേണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഉയർന്ന് കേൾക്കുന്നുണ്ട്. ഇന്നലെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്ന സാഹചര്യമുണ്ട്. ആ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം വലിയ വിജയമാണ് UDF-ന് കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായത്. 2 സീറ്റുകൾ ഇടത് കേന്ദ്രങ്ങളായിട്ടുള്ള തൃക്കരിപ്പൂര്, മുതുമ ഉൾപ്പെടെ പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായി. അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിനൊടുവിൽ ഈ 30,000-ഓളം വോട്ടിന് മഞ്ചേശ്വരത്ത് BJP-യെ പരാജയപ്പെടുത്തുന്ന സാഹചര്യം, അങ്ങനെ അഭിമാനകരമായിട്ടുള്ള വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കാസർഗോഡിൻ്റെ ഒരു പിന്നോക്കാവസ്ഥ എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭരണത്തിൽ നേരിട്ട് പങ്കാളിയാകുന്നതിന് വേണ്ടി കാസർഗോഡ് ജില്ലയ്ക്ക് ഒരു മന്ത്രിയെ വേണം എന്ന ആവശ്യമാണ് ഉയരുന്നത്. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സാധ്യതയുള്ളത് എ.കെ.എം. അഷ്റഫിനാണ്. മഞ്ചേശ്വരം MLA ആയിട്ടുള്ള എ.കെ.എം. അഷ്റഫിനാണ്. മുസ്ലിം ലീഗ് നേതൃത്വം അവസാനഘട്ട ചർച്ചയിലും എ.കെ.എം. അഷ്റഫിന്റെ പേരുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എ.കെ.എം. അഷ്റഫിനെ മന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് പ്രവർത്തകർ, മഞ്ചേശ്വരത്തെയും കുമ്പളയിലെയും മുസ്ലിം ലീഗ് പ്രവർത്തകർ പരസ്യമായി രംഗത്ത് വരുന്ന സാഹചര്യമുള്ളത്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ തവണ വലിയ പോരാട്ടത്തിനൊടുവിൽ 1000-ൽ താഴെ വോട്ടിന് ജയിച്ച മണ്ഡലത്തിൽ ഇത്തവണ 30,000-ഓളം വോട്ടിനാണ് കെ സുരേന്ദ്രനെ പരാജയപ്പെടുത്തത്. വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് അത്. മലപ്പുറത്തെ സീറ്റുകൾ പോലെയല്ല കാസർഗോഡ്, മഞ്ചേശ്വരത്തെ സീറ്റ്. അങ്ങനെ വലിയ രാഷ്ട്രീയ പോരാട്ടത്തിനൊടുവിൽ വിജയിച്ച എ.കെ.എം. അഷ്റഫിനെ തന്നെ മന്ത്രിയായി പരിഗണിക്കണം. കാസർഗോഡിന്റെ പിന്നോക്കാവസ്ഥ, കാസർഗോഡ് നേരിടുന്ന പ്രതിസന്ധികൾ, ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയാണ് വിവരങ്ങൾ നൽകിയത്. ജില്ലയ്ക്കുള്ള പ്രാതിനിധ്യമായി പരിഗണിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയാണ്. ഇപ്പോൾ എ.കെ.എം. അഷ്റഫിന് വേണ്ടിയുള്ള പരസ്യമായ പ്രതികരണങ്ങളിലേക്ക് അവിടുത്തെ ലീഗിന്റെ നേതാക്കൾ പോയിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.